അസ്സലാമലൈക്കും. SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ പ്ലേറ്റ് ആയാലോ. ആ ഒരു വെജിറ്റബിൾ പ്ലേറ്റിന് ആവശ്യമായ സാധനം നമുക്കൊന്ന് നോക്കിയാലോ. അതിന് ഇവിടെ ഇത്രയും വെജിറ്റബിൾ ഞാൻ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോന്നും ഞാൻ ഇതേമാതിരി ഒരു പ്ലേറ്റും എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ വെജിറ്റബിളും എടുത്ത് ഇതേമാതിരി കട്ട് ചെയ്ത് ഈ പ്ലേറ്റിനകത്തോട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് കാണുകയും ചെയ്യാം ഏതൊക്കെയാണ് ഈ വെജിറ്റബിൾ പ്ലേറ്റ് എന്നുള്ളത്. ഇതാ നോക്കൂ. ഇതിനകത്ത് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് വയ്ക്കാം. നോക്കൂ, തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്യും. റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ നോക്കൂ. തക്കാളി ഇവിടെ ഇതേമാതിരി ഒന്ന് വെച്ചെടുക്കാം. നോക്കിക്കാണി, കാണാമല്ലോ നിങ്ങൾക്ക്. ഇതേമാതിരി ഒരു ഡിസൈനായിട്ട് നമുക്ക് എല്ലാ തക്കാളിയും ഇവിടെ ഇതേമാതിരി വെച്ച് കൊടുക്കാം. എല്ലാം നമുക്ക് ഇതേമാതിരി ഒരു ഡിസൈനാക്കി വെച്ച് കൊടുക്കാം. കാണാമല്ലോ നിങ്ങൾക്ക്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അടുത്ത അതേമാതിരി തന്നെ ക്യാരറ്റ് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. കുക്കുംബർ എടുത്തിട്ടുണ്ട്. തക്കാളി ആദ്യം വെച്ച് രണ്ടാമത് നമുക്ക് കുക്കുംബർ കട്ട് ചെയ്ത് വയ്ക്കാം. കുക്കുംബറും അതേമാതിരി ഡിസൈൻ കട്ടാക്കി വയ്ക്കാം നമുക്ക്. നോക്കൂ, കാണാമല്ലോ നിങ്ങൾക്ക്. എല്ലാം നമുക്ക് ഇതേമാതിരി വെച്ച് കൊടുക്കാം. അടുത്തത് നമുക്ക് ഐസ് ബറക്ക് ഐസ് ബറക്കാണ്. ഐസ് ബറക്ക് അതേമാതിരി കട്ട് ചെയ്ത് ഓവർ ചെറുതാക്കണ്ട. നമ്മൾ കഴിക്കാൻ എടുക്കുന്ന കണക്കിന് കട്ട് ചെയ്ത് ഇവിടോട്ട് വെച്ച് കൊടുക്കാം. നോക്കൂ, കാണാമല്ലോ നമുക്ക്. ഐസ് ബറക്ക് കട്ട് ചെയ്ത് ഇതേമാതിരി നമുക്കൊരു ഡിസൈനാക്കി വെച്ചു കൊടുക്കാം. അടുത്തത് നിങ്ങൾ നോക്കിക്കാണി, ജർജറാണ്. ജർജർ നമുക്ക് ആവശ്യത്തിനെടുത്ത് ജർജർ കട്ട് ചെയ്യേണ്ട ഒരു ഡിസൈനായിട്ട് നമുക്ക് അങ്ങോട്ട് വെച്ചുകൊടുത്താൽ മതി. കൂടുതൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി കൊടുക്കാം. കുറച്ച് കൂടുതലാണ്, ഞാൻ കഴുകിയെടുത്തപ്പം കുറച്ച് കൂടുതലാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെള്ളമെല്ലാം മാറ്റിയിട്ട് നോക്കും. തിരിച്ച് ഈ വശം വെച്ച് കൊടുക്കണം. ഈ വശം പുറത്ത് വയ്ക്കുമ്പോൾ നമ്മളെ കൈ കൊണ്ട് ഓരോന്നോരോന്ന് നമുക്കിത് എടുക്കാൻ പറ്റും. എടുത്ത് ഓരോന്നോരോന്ന് നമ്മളെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കൈ കൊണ്ടെടുത്ത് കഴിക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ നിന്ന് തന്നെ വെച്ച് കൊടുക്കണം. ഈ സൈഡിൽ നിന്ന് നോക്കൂ, കാണാമല്ലോ നിങ്ങൾക്ക്. കാണാമല്ലോ ഞാൻ വയ്ക്കുന്നത്. അടുത്ത നിങ്ങൾ നോക്കിയോളൂ. അടുത്തെന്ന് പറഞ്ഞാൽ സ്പ്രിങ് ഒനിയനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തത് നോക്കാം, സ്പ്രിങ് ഒനിയനാണ്. സ്പ്രിങ് ഒനിയൻ ഒന്ന് ചെറുതാക്കി വെച്ച് കൊടുക്കാം. ഓവർ ലോങ് വേണ്ട, നമുക്കെല്ലാം ഒരേ സൈസിന് സ്പ്രിങ് ഒനിയൻ നമുക്ക് വെച്ച് കൊടുക്കാം. നോക്കൂ, ഇവിടോട്ട് സ്പ്രിങ് ഒനിയൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണാമല്ലോ നിങ്ങൾക്ക്. അടുത്തത് നമുക്ക് ബർബീറാണ്. അടുത്ത് നമുക്ക് ആവശ്യത്തിനെടുത്താൽ മതി. ഞാൻ കുറച്ച് കൂടുതലെടുത്ത് കഴുകി തന്നെയുള്ളൂ. അടുത്തത് നമുക്ക് ബർബീർ വെച്ച് കൊടുക്കാം. എല്ലാ വെജിറ്റബിളും എടുത്ത് ഇതേമാതിരി വാഷ് ചെയ്തെടുക്കണം. ബർബീറാണ്. അടുത്ത നമുക്കൊന്ന് ബർബീർ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ബർബീർ വെച്ച് കൊടുത്തു. അടുത്തത് നമുക്ക് റാഡീഷ് വെച്ച് കൊടുക്കാം. അടുത്തത് നമുക്ക് റാഡീഷാണ്. നോക്കൂ, റാഡീഷ്
കാണാമല്ലോ, ഇതേമാതിരി ഞാൻ കഴുകിയെടുത്തതാണ്. അടുത്തത് റാഡീഷ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇതാ നോക്കൂ, റാഡീഷ് റാഡീഷ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജർജറും വെച്ച് കൊടുത്തിട്ടുണ്ട്, റാഡീഷും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. നോക്കൂ, ക്യാരറ്റ് നമുക്ക് ഇവിടോട്ട് ക്യാരറ്റ് വെച്ച് കൊടുക്കാം. നോക്കിക്കാണേ, ഈ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സൂപ്പറാണ് ഇത്. അവർ ഇതേമാതിരി കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു പ്ലേറ്റിനകത്ത് വെച്ചിട്ട് ഒരു പീസ് ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് കഴിക്കാൻ. വാവ്, ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഇനി നമുക്ക് അടുത്തത് നാരങ്ങ വെച്ച് കൊടുക്കാം. അതാ നോക്കൂ, നാരങ്ങ നമുക്ക് അവിടേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട് വയ്ക്കുക, സവാള, വൈറ്റ് സവാള നമുക്ക് സൂപ്പറാണ് കഴിക്കാനായിട്ട്. ഇതാ നോക്കൂ, വൈറ്റ് സവാള കഴിച്ചെടുത്തത്. വൈറ്റ് സവാള അതവിടെ വെച്ച് ഇവിടെ ഇട്ട്, നാരങ്ങ നമ്മളിവിടെ വെച്ചു, വൈറ്റ് സവാള ഇതാ ഇവിടെ വെച്ചു. വൈറ്റ് സവാള ഇതാ നോക്കിക്കാണി, ഇതാ ഇവിടേക്ക് വൈറ്റ് സവാള വെച്ച് കൊടുത്തു.